സ്ത്രീകൾ വെച്ചുളപ്പി തരുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ്. നല്ല സിനിമ എന്ന സ്വപ്നം നെഞ്ചിൽ പേറിയിരുന്ന ഇദ്ദേഹം അത്തരമൊരു സിനിമയ്ക്കായി പണം മുടക്കുകയും ചെയ്തു. മലയാളത്തിൽ മേള എന്ന സിനിമയുടെ നിർമ്മാതാവാണ് ഇദ്ദേഹം. സിനിമ പക്ഷേ സാമ്പത്തിക ബാധ്യതയായിരുന്നു ഇദ്ദേഹത്തിന് നൽകിയത്. KG ജോർജുമായിട്ട് അവിടെ കൂടെ താമസിക്കുമ്പോൾ തന്നെ ഒരു സിനിമാ നിർമ്മാണത്തെപ്പറ്റിയൊക്കെ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ജോർജിനെ സംവിധായകനായും രാമേന്ദ്രബാബു ക്യാമറമാനായും കൊണ്ട് ഒരു പടത്തിൻ്റെ പ്ലാൻ ചെയ്തു. അവിടെ വെച്ചുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പുതുമയുള്ള സബ്ജക്റ്റ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് ഒരു കുള്ളനെ വെച്ചായിരുന്നു ആ സബ്ജക്റ്റ്. മറ്റു പല കഥകളും ആലോചിച്ചപ്പോൾ ജോർജ് പറഞ്ഞു ഇതൊരു പുതുമയുള്ള സംഭവമായിരിക്കും, അതുകൊണ്ട് ഇത് മതി എന്ന് പറഞ്ഞു. സർക്കസ് കമ്പനിയിലൊരു പ്രധാന ഹീറോ വേണം ആ കഥയിൽ. അപ്പോൾ അത് സർക്കസ് അറിയുന്ന ആളായിരിക്കണം. അപ്പോൾ അത് വലിയ പ്രോബ്ലമായി, സർക്കസ് അറിയുന്ന ഒരു ഹീറോ. അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ അവിടെ വന്നുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്, ഒരു അഭിനയിക്കണം എന്ന് പറഞ്ഞ്. ജോർജ് പറഞ്ഞു ഇവിടെ അഭിനയിക്കാൻ റോളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മമ്മൂട്ടിയെ കണ്ടപ്പോൾ മമ്മൂട്ടി വിളിച്ചു വെച്ചു, മമ്മൂട്ടിക്ക് ബൈക്കോട്ടാൻ അറിയുമോ? ഞാൻ പഠിച്ചു സാർ, ബൈക്കോട്ടാൻ എനിക്കറിയാമെന്ന് പറഞ്ഞു. ശരി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് മമ്മൂട്ടി പോയി. ഞാൻ ജോർജോട് പറഞ്ഞു സർക്കസിൽ ഒരു ബൈക്ക് റേസുകാരനാവട്ടെ മമ്മൂട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതുകൊണ്ടെന്ത്? ഞാൻ പറഞ്ഞു അത് ചെയ്യാം, അത് ഓട്ടുന്ന പോലെ മറ്റത് ചെയ്താൽ മതിയെന്നു. അങ്ങനെയാണ് മമ്മൂട്ടിയെ അതിൽ ഒരു കഥാപാത്രമായി, പ്രധാന കഥാപാത്രം തന്നെയാണത്. MB ശ്രീനിവാസനായിരുന്നു മ്യൂസിക്, യേശുദാസ് ഒരു പാട്ട് പാടി. എല്ലാം കൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഥയൊക്കെ. പക്ഷേ എന്തുകൊണ്ടോ പടം ഓടിയില്ല. അങ്ങനെയായപ്പോൾ രണ്ടാമതൊരു പ്രൊഡക്ഷൻ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, അതും അങ്ങനെ ഇവിടെ നിന്നു. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ സിനിമയിലേക്കുള്ള രംഗപ്രവേശനത്തിന് കളമൊരുക്കിയതും ഇദ്ദേഹമായിരുന്നു. മേള എന്ന സിനിമയിൽ വേറിട്ടൊരു വേഷത്തിലൂടെ തന്നെ സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ ഈ നിർമ്മാതാവിനോട് മമ്മൂട്ടിക്ക് അന്നും ഇന്നും ഒരുപാട് ഇഷ്ടം തന്നെയാണ്. മമ്മൂട്ടി വളരെ വളരെ നല്ല നന്ദിയോടുകൂടി തന്നെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ള. അതിന് ശേഷവും ഞാനൊരു ഇൻട്രോവേർട്ടാണ്, അധികം അങ്ങനെ ആളുകളുമായിട്ട് പിടപെടുന്ന പാർട്ടി അല്ല. പക്ഷേ മമ്മൂട്ടി വളരെയധികം ഇതായി എൻ്റെ അടുത്ത് വരികയും എന്നോട് സംസാരിക്കുകയും ഒക്കെ പല തവണ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വളരെ നല്ല അപ്രോച്ച് തന്നെ. പിന്നെ മമ്മൂട്ടിയെ വെച്ച് പടം ചെയ്യാനുള്ള ചുറ്റുപാടും അങ്ങനെയുള്ളതൊന്നും എനിക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലൊന്നും ഞാൻ അപ്രോച്ച് ചെയ്തിട്ടില്ല. പിന്നെ മമ്മൂട്ടിയെ വെച്ച് എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടാനൊന്നും ഞാൻ താല്പര്യപ്പെട്ടില്ല. ഇപ്പോൾ ശ്രീനിവാസൻ തന്നെ പലപ്പോഴും ഇതിന് ശേഷവും എൻ്റെ ഓഫീസിൽ എൻ്റെ വീട്ടിൽ വരികയും, അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും എൻ്റെ അടുത്ത് വരുമായിരുന്നു. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു ഇതുമില്ല. ഈവൻ രാമേന്ദ്രബാബു പോലും ഇപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ആ ബന്ധമൊക്കെ ഇന്നും ഇൻടാക്റ്റ് ആയിട്ടുണ്ട്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം എന്നും അവരെന്നെ സഹായിക്കാൻ തയ്യാറുമാണ്.